ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനം നൽകാനുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ കുറച്ച് ദിവസങ്ങൾ മുമ്പ് മാധ്യമം പേപ്പറിൽ ഒരു വാർത്ത കണ്ടിരുന്നു. പച്ചക്കറികളിലെയും ഫ്രൂട്ട്സിലെയൊക്കെ വിഷത്തെക്കുറിച്ച്. ഇവിടെ വീട്ടിൽ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങാൻ അതും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉപകാരമാവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യണമെന്നും കൂടി തോന്നി. അതുകൊണ്ടാട്ടോ ഈ വീഡിയോ ഇട്ടത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു അടുക്കളത്തോട്ടം ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. ഇതിപ്പോൾ വെണ്ടയ്ക്കയാണ്. മൂപ്പായിട്ടുള്ളത് നോക്കി പറിക്കാം. ഇതിനെല്ലാം ഫുള്ളായും ജൈവവളം തന്നെയാണ് ചേർത്ത് കൊടുക്കൽ. ഒരുപാട് കെമിക്കലായിട്ടുള്ളതൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇതാ ഉണ്ടാവുന്നുണ്ടല്ലോ. അടുത്തത് ഇതാ നല്ല നാടൻ വഴുതനങ്ങയാണ്. ഇതും കൂടി ഇന്നത്തെ ആവശ്യത്തിനുള്ളത് പറിക്കുകയാണ്. ഇത് മുരിങ്ങയാണ്. ഇതുണ്ടായി വരുന്നേ ഉള്ളൂ. ഇനി പയറ് കാണാം. നല്ല നീളത്തിലുള്ള നാടൻ പയറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ ഇതുപോലെ ആവില്ല. കൂടിയ അളവിൽ വിഷാംശം ഉണ്ടാവും. നമ്മൾ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കൊക്കെ കൊടുക്കുന്നത്. ഇപ്പം യൂട്യൂബിലും വാർത്തകളിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് കാണുന്നുണ്ടല്ലോ. സ്ഥിരം ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്തവർക്ക് പോലും ഇപ്പോൾ ക്യാൻസറൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അത്ഭുതം തോന്നാറില്ലേ ഇവർക്കൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന്? അവരും ഈ വിഷമുള്ള പച്ചക്കറികളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടും ക്യാൻസർ ഉണ്ടാവാം. ഇതൊരു നാരങ്ങ തൈയാണ്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുള്ളതാണ്. മാങ്ങയുണ്ട്. ഇതൊരു ടൈപ്പ് ചീരയാണ്. ഇത് പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ ഉള്ളത് മത്തനാണ്. താളിക്കാനായി മത്തന്റെ ഇല കൂടി പറിക്കാം. ഇനിയുള്ളത് തക്കാളിയാണ്. ഇതിപ്പോ നല്ല പച്ച തക്കാളിയാണ്. പറിക്കാനായിട്ടില്ല, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതൊരു കുഞ്ഞു വഴുതനങ്ങ. ഇതാ കണ്ടോ? പിന്നെ ഈ ഇലകൾക്കിടയിൽ ഒരാൾ കൂടിയുണ്ട്. വെള്ളരിക്ക. ഇതൊരു പപ്പായ തൈയാണ്. വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് കറുവാപ്പട്ടയാണ്. പിന്നെ ഇപ്പോൾ അടുത്ത് കോവക്കാവള്ളി കൂടി കുഴിച്ചിട്ടിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും സാധാരണ കാണുന്ന പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഈ കുഞ്ഞു അടുക്കളത്തോട്ടത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വെജിറ്റബിൾ കളക്ഷൻസ് നോക്കാം. ആദ്യമൊക്കെ നമുക്ക് ഇതൊക്കെ തുടങ്ങാനായിട്ട് ഭയങ്കര മടിയായിട്ട് തോന്നും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ മുറ്റത്ത് തന്നെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അത് നമുക്ക് പിന്നെ കൃഷി ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആവും. കുറച്ച് ദിവസങ്ങൾ മുമ്പ് മാധ്യമം പത്രത്തിൽ വന്ന ആ റിപ്പോർട്ടാണിത്. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കറുത്ത മുന്തിരിയിലാണ് വിഷം ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന മാങ്ങ, പേരക്ക, സപ്പോട്ട, പപ്പായ, ചക്ക പോലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. മാക്സിമം അതൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. എന്തായാലും ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയുള്ള സമയമാണല്ലോ. ഇത് അടുക്കളത്തോട്ടം തുടങ്ങാൻ പറ്റിയ സമയമാണ്. കുട്ടികളൊക്കെ ഒപ്പം കൂട്ടുക. അവരിതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. Thank you for watching.